ഒന്നിലധികം കമ്പോണന്റുകൾ മിക്സ് ചെയ്തുണ്ടാവുന്നതാണ് മിക്സ്ചറുകൾ എന്ന് പറയുന്നത്. ഒരു മിക്സ്ചറിൽ മിനിമം 2 കമ്പോണന്റ് എങ്കിലും വേണം. നോക്കണേ, കമ്പോണന്റ് 1 പ്ലസ് കമ്പോണന്റ് 2 എന്തിലേക്ക് ലീഡ് ചെയ്യും? മിക്സ്ചറിലേക്ക് ലീഡ് ചെയ്യും. ഇനി മിക്സ്ചറുകൾ 2 ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. 2 ഡിഫറെന്റ് ടൈപ്പ് മിക്സ്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ നോക്കുക, അതിൽ ഒന്ന് ഹൊമോജീനിയസ് മിക്സർ ആണ്, രണ്ടാമത്തത് ഹെട്രോജീനിയസ് മിക്സർ ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1 ലിറ്റർ വാട്ടർ എടുക്കുക, സെർട്ടൻ എമൗണ്ട് വാട്ടർ എടുക്കുക, ആ വാട്ടറിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുക, നന്നായിട്ട് സ്റ്റിർ ചെയ്യുക. അപ്പോൾ കമ്പോണന്റ് 1 വാട്ടർ ആണ്, കമ്പോണന്റ് 2 പഞ്ചസാരയാണ്. രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഞ്ചസാര ആ വാട്ടറിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഏതൊരു സൈഡിൽ നിന്ന് എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെന്തായിരിക്കും? സെയിം ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാര അതിനകത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അത്തരം മിക്സറുകളെ നമ്മൾ ഹൊമോജീനിയസ് മിക്സർ എന്ന് വിളിക്കും. അതേ സമയത്ത് നമ്മൾ മറ്റൊരു വാട്ടർ എടുത്തു, അതിലേക്ക് മഡ് പാർട്ടിക്കിൾ ആഡ് ചെയ്തു, മണ്ണ് ആഡ് ചെയ്തു, നന്നായിട്ട് ഇളക്കി, ഒരു കാരണവശാലും ആ മഡ് വാട്ടറിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ അത് ഹെട്രോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ ആണ്. ഈ ഹൊമോജീനിയസ് മിക്സറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഹൊമോജീനിയസ് മിക്സറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൊല്യൂഷൻ. ദ കമ്പോണന്റ് കംപ്ലീറ്റ്ലി മിക്സ് ടുഗദർ ആൻഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട്. അതാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് പറയാം. ഇനി നോക്കേ, ഈ സൊല്യൂഷന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പല ഡിഫറെന്റ് ടൈപ്പിൽ പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പഞ്ചസാര സൊല്യൂഷൻ പറഞ്ഞു. ഇനി നമ്മൾ ഈ അലോയ്സ് വരുന്നുണ്ട്. 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. നോക്ക്, ഒന്ന് ബ്രാസ് ആണ്, മറ്റൊന്ന് ജർമ്മൻ സിൽവർ ആണ്, മറ്റൊന്ന് ബ്രോൺസ് ആണ്. ഈ 3 മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് കോപ്പറാ. 3 കോപ്പർ മെയിൻ കമ്പോണന്റ് ആയിട്ട് വരുന്നുണ്ട്. അതേ സമയത്ത് ബ്രാസിൽ കോപ്പറിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് സിങ്ക് ആണ്. എന്നാൽ ജർമ്മൻ സിൽവറിൽ 3 കമ്പോണന്റുകൾ ഉണ്ട്, സിങ്കും നിക്കലും ഉണ്ട്. ബ്രോൺസിൽ കോപ്പറും ടിന്നും ആണുള്ളത്. 2 കമ്പോണന്റ് ഉള്ള മിക്സറും ഉണ്ട്, 3 കമ്പോണന്റ് ഉള്ള മിക്സറും ഉണ്ട്. ഇവരുടെ പ്രത്യേകത, ഇത് ഹൊമോജീനിയസ് മിക്സറിന് എക്സാമ്പിളാ. അലോയ്സ് ആണ്. ഞാൻ പറയുന്നത്, നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് സംസാരിക്കുന്നത് മിക്സ്ചറുകളെ പറ്റിയിട്ടാണ്. ഏത് മിക്സർ? ഹൊമോജീനിയസ് മിക്സർ. ആ ഹൊമോജീനിയസ് മിക്സറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതെല്ലാ ഫേസിലും ഉണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കണേ, ഇപ്പൊ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മാത്രമല്ല അതിലുള്ളത്. വാട്ടർ മാത്രമാണെങ്കിൽ അതിനെ ഡെഡ് വാട്ടർ എന്നാ വിളിക്കുക. അതിൽ ധാരാളം മിനറൽസും അയോൺസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്ലൂറൈഡ് അയോൺ ഉണ്ട്. വാട്ടറിൽ ഫ്ലൂറൈഡ് അയോൺ 1 ppm വരെ, ശ്രദ്ധിക്കണേ, F- അയോൺ എവിടം വരെ അലൗഡാ? 1 ppm, 1 പാർട്സ് പെർ മില്യൺ വരെ ഫ്ലൂറൈഡ് അയോൺ അതിൽ അലൗഡ് ആണ് ഡ്രിങ്കിങ് വാട്ടറിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ, ഫ്ലൂറൈഡ് അയോണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ പല്ലിന് ഫ്ലൂറോസിസ് എന്ന് പറയുന്ന രോഗം വരാതെ സൂക്ഷിക്കും. ടൂത്ത് ഡീക്കേ വരാതെ സൂക്ഷിക്കുന്ന അർത്ഥം. അതേ സമയത്ത് ഈ 1 ppm എന്നുള്ളത് 1.5 ppm കൂടിയാൽ, ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ, വാട്ടറിൽ 1.5 ppm ഇതേ ഫ്ലൂറൈഡ് അയോൺ കൂടിക്കഴിഞ്ഞാൽ ടൂത്ത് ബിക്കം മോട്ടൽഡ്. ദാറ്റ് മീൻസ് ടൂത്ത് ഡീക്കേ വരും. അപ്പോൾ അയോണുകളുടെ പ്രസൻസ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഒരു നോർമൽ ലെവലിലാണ് അത് ഉണ്ടാവേണ്ടത്. അതേപോലെ ഈ ഫ്ലൂറൈഡ് അയോൺ കൂടിയാലുള്ള മറ്റൊരു പ്രശ്നം, നിങ്ങൾ റാറ്റ് പോയിസണിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് NaF, സോഡിയം ഫ്ലൂറൈഡാ. റാറ്റ് പോയിസണിൽ ശ്രദ്ധിക്കണേ, റാറ്റ് പോയിസൺ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ഏതാണ്? സോഡിയം ഫ്ലൂറൈഡാ. അപ്പോൾ ഫ്ലൂറൈഡ് അയോണിന്റെ പ്രസൻസ് അവിടെ കൂടിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും? പോയിസൺ ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ ഇൻട്രാവനസ് ഇഞ്ചക്ഷൻ ഉണ്ട്, അതിൽ വാട്ടറാണ് മേജർ കമ്പോണന്റ്. ബാക്കി ഡിഫറെന്റ് ടൈപ്പ് അയോണുകളുടെയും പ്രസൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹൊമോജീനിയസ് മിക്സറാണ്. അത് ഡിഫറെന്റ് ടൈപ്പിൽ വരും. ആ ഹൊമോജീനിയസ് മിക്സ്ചറിനെ പറ്റി, സൊല്യൂഷനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നത്.